മഹാലക്ഷ്മി വിളക്ക് എടുത്തോളൂ. മോളെ ആ വിളക്ക് ഇങ്ങ് എടുത്തോണ്ട് വാ. ശരി. ഈ മഹാലക്ഷ്മി വിളക്ക് 3 തവണ ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഈ വിളക്ക് കയ്യേറ്റു വാങ്ങിയാൽ അത് വാങ്ങിയവർ തന്നെ ആരതി ഒഴിഞ്ഞ് പൂർണ്ണമാക്കണം. അല്ലാത്ത പക്ഷം കുടുംബത്തിൽ നാശം സംഭവിക്കാം. ഇനി രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് മഹാലക്ഷ്മിക്ക് ആരതി ഒഴിഞ്ഞോളൂ. എനിക്ക് അജയായിട്ട് മംഗളാരതി ഒഴിയണം, പ്ലീസ് അമ്മ. നീ മുത്തശ്ശിയോട് പറ. ചെല്ല. മുത്തശ്ശി, ഞാനും അജയും ആരതി ഒഴിയട്ടെ. അതിന് സാധ്യതയുണ്ടോന്ന് അറിയില്ലല്ലോ മോളെ. അല്ല, വിവാഹിതര് ചേർന്ന് ചെയ്യുന്ന കർമ്മമല്ലേ, അങ്ങനെ വരുമ്പോ ഇത് വേണ്ട. പൂജാരി പറയട്ടെ. ഒത്തുചേരാൻ പോകുന്നവർ മഹാലക്ഷ്മി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വിവാഹത്തിന് ശേഷം വേണ്ടതാണല്ലോ. മുത്തശ്ശി, എനിക്കിതിൽ താല്പര്യമില്ല. ആവശ്യമില്ലാത്ത ആചാരങ്ങൾ വേണം. അജയ്, എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. വല്യമ്മാവ, അത് വിട്ടേക്ക്. വിളക്കെടുത്തോന്ന് കരുതി അതൊരു താലി കെട്ടുന്നല്ലോ. മോളെ, शतमानं भवति भवति शतमानगं शतमानं भवति शतायुः शतायुः भवति शतमानगं शतमानं भवति शतायुः मगर सा 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 नी रे സോറി. എന്ത് സോറി? എന്താടി നീ കാണിച്ചത്? പലഹാര കച്ചവടക്കാരി, നീ ഈ വീട്ടിൽ പൂജയ്ക്ക് കയറിയത് തന്നെ ആക്ഷേപോ? ഇതെന്താ, നീ ജീവിക്കുന്ന തെരുവാണെന്ന് കരുതിയോ? ഇറങ്ങടി പുറത്ത്. മഹാലക്ഷ്മി പൂജ കൊണ്ട് ഫലം ഇല്ലാതായോ തിരുമേനി? ഇവള് വന്നപ്പോ ഇന്നെ തെറി പറഞ്ഞു, പിന്നെ അജയുടെ മേൽ തട്ടിക്കേറി. തെരുവിലെ കൾച്ചറസ് ബിഹേവിയർ. പൂജാരി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ലമ്മേ. ആ വിളക്ക് താഴെ വീണിരുന്നുവെങ്കിൽ ഈ കുടുംബത്തിന് നാശം സംഭവിച്ചേനെ. ദൈവമേ. വീടിന്റെ ഐശ്വര്യം കാത്തു സൂക്ഷിക്കാൻ ഈ കുട്ടിയുടെ പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞു. ദേവി അയച്ചതാണെന്ന് കൂട്ടിക്കൊള്ളൂ.
അറിയാതെയാണ് ഇവര് നിന്നെ ശകാരിച്ചത്. നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ, ഇതൊന്നും മനസ്സിൽ വെക്കരുത്. അത് സാരമില്ല സർ, ഇവര് പറഞ്ഞതും ശരിയല്ലേ. എനിക്ക് ഈ വീട്ടില് എന്ത് അവകാശമുള്ളത്? ഞാൻ പലഹാര കച്ചവടക്കാരി തന്നെയാ. മോളെ, ഞാൻ മോളെ അങ്ങനെ കരുതിയിട്ടില്ല. ഈ മുത്തശ്ശി അങ്ങനെ കരുതൂ. ഒന്ന് തൊഴുതാ മതി. അതെ, അവളെ ഈ കേറ്റിവിട്. എന്റെ കൊച്ചുമോളാ. മുത്തശ്ശി അങ്ങനെ പറയില്ല. എന്നാ എല്ലാം എന്റെ മോളങ്ങ് ക്ഷമിച്ചേക്ക്. എല്ലാവരോടുമായി ഒരു കാര്യം പറയുക, ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയം നടക്കും. ആ നിശ്ചയ ദിവസം എന്നാണെന്ന് ഞാൻ കുടുംബക്ഷേത്രത്തിൽ വരെ പോയി വന്നിട്ട് പറയാം. ഓപ്പറേഷൻ സക്സസ്. നോ, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ശത്രുക്കൾ ശക്തരാണ്. ഓരോ ചുവടുവയ്പും സൂക്ഷിച്ചു വേണം. അമ്മ ക്യാപ്റ്റൻ, ഞാൻ സോൾജിയർ. മോളെ അഞ്ജന, വലിച്ച ആർ യു ഹാപ്പി? വലിച്ചും കൂടെ ഉണ്ടാവും. വല്യച്ഛനല്ലല്ലോ കൂടെ ഉണ്ടാവേണ്ടത്, ഇവളുടെ അച്ഛനല്ലേ. മറന്നു കാണില്ലല്ലോ, സാഗർദാസ്, അഞ്ജനയുടെ അച്ഛൻ. ഇവളുടെ വിവാഹ നിശ്ചയം അറിയുമ്പോ സാഗറായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എവിടെയാ സാഗർ? ഇല്ലാണ്ടാക്കിയില്ലേ? ഒരവസരവും അമ്മ പാഴാക്കില്ല അല്ലേ? അവസരങ്ങൾ കാത്തിരിക്കുന്ന എനിക്ക് അത് പാഴാക്കാൻ കഴിയില്ലല്ലോ. ഗുഡ്. എനിക്ക് ആ കച്ചവടക്കാരോടൊന്ന് സംസാരിക്കണം. ഹലോ. ആ അഞ്ജന, നീ പേര് വിളിക്കാൻ തുടങ്ങിയോ? വലിയ വീട്ടിലെ മെമ്പേഴ്സിനെ റെസ്പെക്റ്റോടുകൂടി വേണം വിളിക്കാൻ. ഓ മാഡം, എന്താ വിളിച്ചത്? ഇത്രയ്ക്ക് ഓവർ സ്മാർട്ട് ആവണ്ട. തറയിൽ നിന്നാ മതി. തറയാണെന്ന് അറിയാം. മാഡം ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അതെ, ആ വിളക്ക് താഴെ പോകുന്ന കരുതിയാ ഞാൻ പിടിച്ചത്. ഫോർ വാട്ട്? ഓഹ്, അതെനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നാ എനിക്ക് തോന്നിയത്. നീ ആരാടി അത് ചെയ്യാൻ? നിന്നെ അതിനെ ചുമതലപ്പെടുത്തിയോ? ഹലോ മാഡം, എടി പോടിന്നൊന്നും വിളിച്ച് സംസാരിക്കരുത്. നീയൊക്കെ തെരുവ് സ്റ്റൈലല്ലേ? ആ നിലയിലാ ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ തെരുവാണെങ്കില് അതിലും വലിയ തെരുവ് സംസ്കാരത്തിലാ നീ ഇപ്പൊ സംസാരിക്കുന്നത്. നിനക്ക് ആഗ്രഹമുണ്ടല്ലേ ഈ വീട്ടിൽ കടന്നുകൂടാൻ? മുത്തശ്ശിയെ നീ വശത്താക്കി. അടുത്ത ലക്ഷ്യം അജയ്. സൗഭാഗ്യപുരത്തിന്റെ സംസ്കാരം നിനക്കറിയോ? സൗഭാഗ്യപുരത്തിന്റെ സംസ്കാരമൊക്കെ എനിക്കറിയാം, പക്ഷേ നിനക്കതില്ലാന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ല മാഡം, ഭൂമി IAS അല്ലല്ലോ, ഭൂമി IPS അല്ലല്ലോ, ചായ കടക്കാരിയല്ലേ. നാട്ടുകാരെ കുടിച്ച ഗ്ലാസ് കഴുകൽ, പാത്രം കഴുകൽ, എച്ചില് വെറുക്കൽ, ഷെയിംഫുൾ വർക്ക്. ആലോചിക്കുമ്പോ തന്നെ ഛർദിക്കാൻ വരുമോ? അതെ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതാ. എന്തിനാ? അല്ല, ക്യാരിങ് ആണോന്ന് അറിയാനേ.
ഡീ അലറണ്ട. നീ പറഞ്ഞല്ലോ എന്റെ പണി ഷെയിംഫുൾ ആണെന്ന്. യെസ്, ക്ലീനിങ് ദി പ്ലേറ്റ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഇറ്റ്സ് ഷെയിംഫുൾ. ഞാൻ പറഞ്ഞുതരാം. I run my coffee house with dignity, cleaning the plates of customers who eat from there. It's part of my self-respect, not shame. നിന്നോട് എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എന്നോട് കാണിച്ചതൊക്കെ ഫാദർലെസ് പരിപാടിയാ. മലയാളത്തിൽ പറയടി. തന്തയില്ലാത്ത പ്രവൃത്തി എന്നല്ലേ? നിനക്കതുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവനൊരു ചെറ്റായിരിക്കും. വീട്ടിനുള്ളിൽ കയറി തല്ലുന്നോ? എന്നാ എന്നെ തല്ലടി, തല്ലി നോക്കടി. തല്ലും സാറേ. എന്റെ അച്ഛനെ പറഞ്ഞോ ഭൂമി ആരും തല്ലും. ഞാൻ തന്തയില്ലാത്തവളാണെന്നൊന്ന് പറഞ്ഞു നോക്ക്. വധശിക്ഷ തന്നാലും ശരി, അതിനു മുൻപ് ഞാൻ തല്ലിയിരിക്കും. എന്താ അച്യുതന് ഓടി രക്ഷപ്പെടാൻ കാരണം? അഭിരാമി അവൻ കൊന്നില്ലേ? എങ്കിൽ അവളെവിടെ? എനിക്ക് മനസ്സിലായി അലക്സേ, താൻ വിഷമിക്കണ്ട. 10 lakhs അല്ലേ, ഞാൻ ഇപ്പൊ എത്തിക്കാം. ക്യാഷ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. താൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ. ശരി, ആയിക്കോട്ടെ. ആരാ? ഞാനിതിരി ബിസിയാണല്ലോ, പിന്നെ വിളിക്കാം കേട്ടോ. സർ, സർ,
ഇതിന്റെ സർജറി ഹൈ റിസ്ക് ആണ്. ചിലവ് സാധാരണ സർജറിയുടെ 3 മടങ്ങായിരിക്കും. എത്ര വേണ്ടിവരും? 12 ലക്ഷം മുതൽ 14 ലക്ഷം വരെ. അപ്പച്ചി, മോളെ, ഇനി നീ എന്റെ മരുമോളാകാൻ പോവാ. അമ്മായിയമ്മ പോലൊക്കെ പ്രതീക്ഷിക്കാം. അമ്മായിയമ്മയാവണ്ട, ഇവിടുത്തെ അപ്പച്ചി ആയാ മതി. അത് ശരി. എന്താ അമ്മായിയമ്മ പോരിനെ കുറിച്ചൊരു സംസാരം? ഏയ്, ഒന്നുമില്ലമ്മേ. മുത്തശ്ശി, മോള് ആഹാരം കഴിച്ചോ? കഴിക്കാം. എന്നാ ശരി, അച്ഛനെ വിളിച്ചോണ്ട് പോയി ആഹാരം കഴിക്ക്. മുത്തശ്ശി, ഇത് മാധവൻ സാറിന്റെ കയ്യിൽ നിന്ന് വീണതാ. കാറിൽ കയറിയപ്പോ സാറ് കാർ ഓടിച്ചു പോയി. ഈ നോട്ട് പോയത് അറിഞ്ഞില്ല. മോളെ, നീ അല്ലാതെ ഇത് ഒരാളും ചെയ്യില്ല. നീ എന്നും ഒരു നല്ല കുട്ടിയായിട്ട് വളരണം കേട്ടോ. ഇതെന്റെ മോള് വെച്ചോ. മോളുടെ സത്യസന്ധതയ്ക്ക് ഈ മുത്തശ്ശിയുടെ ഒരു കൊച്ചു സമ്മാനം. അയ്യോ, എനിക്ക് വേണ്ട മുത്തശ്ശി. അങ്ങനെ വാങ്ങിയ അത് കൈക്കൂലിയായി പോവും. ശരി മുത്തശ്ശി, ഞാൻ ഇറങ്ങാം. എന്ത് നല്ല മോളാ ഇവള്, അല്ലേ അമ്മേ? ആദ്യമായി കണ്ട ദിവസം തന്നെ എനിക്കിഷ്ടമായി. മുത്തശ്ശി, അവളീ രൂപ കൊണ്ട് തന്നോണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്? ഈ കാശ് വീഴുന്നത് പലരും കണ്ടു കാണും, അതുകൊണ്ടാ എടുത്തോണ്ട് തന്നത്. ഇല്ലെങ്കിൽ അടിച്ചു മാറ്റിയേനെ. അങ്ങനത്തെ വർഗ. എന്താ നീ പറഞ്ഞത്? നല്ലതിനെ നല്ലതെന്ന് പറയാൻ പഠിക്കണം കേട്ടോ. ദാരിദ്ര്യം മനുഷ്യൻ സ്വയം ഏറ്റെടുക്കുന്നൊന്നുമല്ല. ദരിദ്രരെല്ലാം മോശപ്പെട്ടവരും അല്ല. ഭൂമി ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചത് അവളുടെ കുറ്റം കൊണ്ടാണോ? നീ ഇപ്പൊ ഈ വീട്ടിൽ വന്ന് ജനിച്ചത് നിന്റെ ഗുണം കൊണ്ടാണോ? ഭൂമി ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചത് അവളുടെ കുറ്റം കൊണ്ടാണോ? നീ ഇപ്പൊ ഈ വീട്ടിൽ വന്ന് ജനിച്ചത് നിന്റെ ഗുണം കൊണ്ടാണോ? ഭഗവാന് നിരക്കാത്ത വർത്തമാനങ്ങളൊന്നും മേലാ പറഞ്ഞേക്കരുത്. സോറി മുത്തശ്ശി. അമ്മേ, വന്നേ കഴിക്കാം. ഞാൻ വരാം മോളെ. നീ മാധവനെ വിളിച്ച് കാശ് കിട്ടിയ കാര്യം പറ. വന്നോ എന്റെ അച്ചേട്ടാ? ഇത് എവിടെയായിരുന്നു? പായസം കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരൂന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി പോയിട്ട്? അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. ഭൂമിയുടെ അച്ഛനെന്ന് പറഞ്ഞപ്പോ എന്തൊരു സ്നേഹമായിരുന്നോ. പൂജ തീരും വരെ നിൽക്കണം, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂന്നൊക്കെ. മോളെ, നമ്മുടെ ഭാഗ്യമാന്നൊക്കെ പറഞ്ഞു. ആ ഭാഗ്യം കൈവിട്ടു പോകൂ അമ്പിയെ. ഈ ഒരു വിചാരം മാത്രമുള്ള ചേട്ടന് ഇപ്പൊ എന്താ ഈ ഇടയായിട്ട് ഇങ്ങനൊരു തോന്നല്? ആരെങ്കിലും എന്തിനു ചോദിച്ചോ? ഇല്ല. എന്നാ പിന്നെ അതങ്ങോട്ട് മനസ്സിൽ നിന്ന് മാറ്റിക്കളണം. വന്നേ,
ചായ എടുത്തു തരാം. വാ. എന്താ എൻ്റെ മോള് വൈകുന്നത്? ഭവാനി മാഡം മോളെ തിരിച്ചറിഞ്ഞ് കാണുമോ? ഞാൻ എൻ്റെ മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല. അച്ഛനെ ഞാൻ എവിടെല്ലാം നോക്കി, എന്താ എന്നെ കാണാതെ പോന്നത്? അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ നിൽക്കുമ്പോ ഞാൻ അവിടെ നിന്നാ ശരിയാകില്ല മോളെ. ആരാ വലിയ ആള്? അച്ഛനേക്കാളും വലിയ ആൾ ആരാ? എന്റെ അച്ഛനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആള്. ആ പിന്നെ ആ വീട്ടിലെ എല്ലാവരും നല്ലവരാ. മുത്തശ്ശിയാണ് സൂപ്പർ. എനിക്ക് ഒരു മുത്തശ്ശിയെ വേണം. അതിന് ഞാനിവിടെ പോവാനാ? അതൊന്നും എനിക്കറിയില്ല. ഇപ്പോഴേ ഈ മുത്തശ്ശിമാരെ വേണ്ടാത്ത ന്യൂജൻ പിള്ളേരുണ്ടല്ലോ, അവരെ എക്സ്ചേഞ്ച് വേളയില് മുത്തശ്ശിമാരെ വിൽക്കുന്ന കേൾക്കുന്ന. നമുക്ക് ഒരാളെ വാങ്ങാം. ഈ കൂട്ടുകുടുംബങ്ങളിൽ വളരുന്നതൊക്കെ എന്തൊരു ഭാഗ്യ. മുത്തശ്ശി, വല്യച്ഛൻ, അപ്പച്ചി, അമ്മായി, അമ്മാവൻ, കുട്ടികള്. സൗഭാഗ്യവൃത്തെ പോലെ ഒന്ന് വീണു പോയ താങ്ങി നിർത്താൻ ഒത്തിരി ആളുകള്. ചിരിച്ചോണ്ടിരുന്നാൽ ഒരു രോഗവും വരത്തില്ലെന്നാ നിന്റെ അമ്മ പറയുന്നത്. അതല്ലേ എനിക്കൊരു രോഗവും വരാത്തത്. എത്രയും പെട്ടെന്ന് എനിക്കറിയണം ഞാൻ അവനെ ഏൽപ്പിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോന്ന്. ഇല്ല, അകത്തെ മുറിയിലെ ഞാനൊരു കുഞ്ഞിന്റെ ഫോട്ടോ കണ്ടു. സുന്ദരി കുട്ടിയാ, ഒരു 2.5-3 വയസ്സ്. അവൻ എന്നെ കബളിപ്പിക്കുക എങ്കിൽ അവന്റെ ജീവിതം തന്നെ ഈ ഭൂമിയിൽ അവസാനിച്ചു.